ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. പത്തനംതിട്ടയിലെ പള്ളിക്കൽ പഞ്ചായത്തിലെ 5-ാം വാർഡിലെ തൊഴിലുറപ്പ് തൊഴിലാളികളെ സിനിമയിലെടുത്തിരിക്കുന്നു. കാരണം തൊഴിലുറപ്പ് മേഖലയിൽ അവർ നടത്തി വരാറുള്ള ചില നുറുങ്ങു സംഭാഷണങ്ങളും അതുപോലെ തന്നെ അവരുടെ അസാധ്യമായ ഒരു സ്കിറ്റും കേരളക്കര മൊത്തം വൈറലായിരിക്കുകയാണ്. ഏകദേശം ഒരു ദിവസം കൊണ്ട് തന്നെ 2 മില്യണോളം ആൾക്കാരാണ് ആ വീഡിയോ കണ്ടത്. ആ വീഡിയോ കണ്ട ഉടനെ തന്നെ ഏതോ ഒരു സിനിമയുടെ സംവിധായകൻ അവരെ വിളിക്കുകയും ആ സിനിമയിലേക്ക് അവർക്ക് ക്ഷണം നൽകുകയുമായിരുന്നു. തീർച്ചയായിട്ടും തൊഴിലുറപ്പ് തൊഴിലാളികളുടെ നർമ്മ സംഭാഷണങ്ങൾ നമുക്ക് സുപരിചിതമാണ്. തീർച്ചയായിട്ടും ആ വൈറലായ ആ സംഭാഷണങ്ങൾ ആദ്യമായി ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. 60-ലെ പുറവുറപ്പ് കഴിഞ്ഞൊക്കെ പോയി പണിയെടുക്കാൻ പറയുന്ന ആളങ്ങ് പണിയെടുത്താട്ടെ. എന്റെ പണി ചെയ്തിട്ടാ ഞാൻ ഇരിക്കുന്നത്. അത് ഞങ്ങൾ 70-ലെ എടുത്തിയായിട്ടുമായിട്ടേ കൂട്ടിയിട്ടുള്ളൂ. കത്തിയണിയാ, കത്തി ഇങ്ങോട്ട്. കത്തി വാങ്ങിക്കുന്നത് കൊള്ളാൻ, കല്ലേലിട്ട് വെട്ടിയാലാ. പക്ഷേ കല്ലേ വെട്ടിയാലും കാലേ വെട്ടല്ലേ. പിന്നെ എനിക്ക് കണ്ണു കണ്ടുകൂടായോ? കഴിഞ്ഞ മാസം കൂലി കിട്ടിയാന്നോടി. പക്ഷേ കൂലിയും കിട്ടി, കടവും തീർത്ത്. കളച്ച് കഴിഞ്ഞൊക്കെ കട്ടം കുടിക്കാൻ പാ. മുക്കാലം തീർന്ന 3-ന്റെ വണ്ടിക്ക് ഞാൻ പോവേ. 3 മണിക്ക് അങ്ങനെ മുങ്ങണ്ട. 5-ന്റെ അവലേശം തിന്നിട്ട് പോയാ മതി. 5-ന്റെ അവലേശം ആര് കൊണ്ടുവരും? മണ്ണടിയിലെ മേറ്റന്മാര് കൊണ്ടുവരും. വഴക്കിട്ടാലും വൈകിട്ട് ഞങ്ങൾ അന്നാ. ഇത്തരം സംഭാഷണങ്ങൾ നിങ്ങൾ കേട്ട് കാണും. തീർച്ചയായിട്ടും കേരളക്കര ഇരു കൈയും നീട്ടി സ്വീകരിച്ചിരിക്കുകയാണ് നമ്മുടെ തൊഴിലുറപ്പ് തൊഴിലാളികളെ. തീർച്ചയായിട്ടും ഇത്തരം സംഭാഷണങ്ങൾ ഇന്ന് തീർത്തും അന്യം നിന്ന് പോയിരിക്കുന്ന ഒരു കലയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പഴയ സിനിമകളെടുത്താൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാകും. ഇത്തരം സംഭാഷണങ്ങളും ഇത്തരം നർമ്മ മുഹൂർത്തങ്ങളും എല്ലാം ഒത്തുടങ്ങിയ ഒരു സിനിമയായിരുന്നു പണ്ട് മലയാള സിനിമ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഇപ്പോഴത്തെ ഈ പുതിയ സിനിമകളിൽ ഒന്നും തന്നെ ഇത്തരം സംഭാഷണങ്ങളോ ഇത്തരം കഥാപാത്രങ്ങളോ ഇത്തരം ക്യാരക്ടറുകളോ ഒന്നും തന്നെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം ഒരു വീഡിയോ ഇറങ്ങിയപ്പോൾ തന്നെ കേരളക്കര ഇരു കൈയും നീട്ടി സ്വീകരിക്കാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ചൂടിനെയും അതുപോലെ തന്നെ വെയിലിനെയും എല്ലാം അതിജീവിക്കാൻ വേണ്ടി തൊഴിലുറപ്പ് തൊഴിലാളികൾ അവരുടെ ജോലിക്കിടെ ചെറിയ ചെറിയ നാടൻ പാട്ടുകളും അതുപോലെ തന്നെ ചില നുറുങ്ങ സംഭാഷണങ്ങളും എല്ലാം പതിവാണ്. തീർച്ചയായിട്ടും അത്തരം നാടൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഉള്ളിൽ നിന്ന് വരുന്ന അവരുടെ നർമ്മമായ ചില സംഭാഷണങ്ങളും അവരുടെ അഭിനയങ്ങളും എല്ലാം തന്നെ പച്ചയായ ജീവിത യാഥാർത്ഥ്യങ്ങളിലൂടെ കടന്നു പോകുന്നതാണ്. അതിൽ ചില കയ്പ് മധുരങ്ങൾ ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും അത് പൊതുജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് നല്ല ഒരു മനസ്സിന് ഈറനണിയിക്കുന്ന ചില വർത്തമാനങ്ങളും അതുപോലെ തന്നെ കാഴ്ചകളുമായി മാറുകയാണ്. തീർച്ചയായിട്ടും ഇത്തരം കഴിവുകളെ തീർച്ചയായും നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. അതുപോലെ തന്നെ സിനിമയിലൂടെയും അതുപോലെ തന്നെ മറ്റ് മേഖലകളുടെയും ഇത്തരം കഴിവുള്ള വ്യക്തികളെ തീർച്ചയായും പൊതുജന മധ്യത്തിലേക്ക് കൊണ്ടുവന്ന ഈ 2 സുഹൃത്തുക്കൾക്കും തീർച്ചയായിട്ടും ആദ്യമായി നല്ല അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. തീർച്ചയായിട്ടും അവസാനമായി നമുക്ക് ആ നർമ്മ സംഭാഷണം ഒന്നുകൂടെ കേട്ടതിന് ശേഷം ഈ വീഡിയോയുടെ അവസാനിപ്പിക്കാം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി, നമസ്കാരം. പുറവുറപ്പ് കഴിഞ്ഞൊക്കെ പോയി പണിയെടുക്കാൻ പറയുന്ന ആളങ്ങ് പണിയെടുത്താട്ടെ. എന്റെ പണി ചെയ്തിട്ടാ ഞാൻ ഇരിക്കുന്നത്. അത് ഞങ്ങൾ 70-ലെ എടുത്തിയായിട്ടുമായിട്ടേ കൂട്ടിയിട്ടുള്ളൂ. ഉഷേന്റെ മക്കളാണ് പണി ഒപ്പിച്ചത് അല്ലേ? ഇവിടുത്തെ മേറ്റന്മാർ എന്നോട് പറഞ്ഞായിരുന്നു ഇവിടെ